ഫീവർ ചിൽസ് ആൻഡ് ട്രൈഗർ ഫൈനൽ ഇയർ ആയിട്ട് ഇജാതി തൊട്ടി കേസും പിടിച്ചോണ്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലടോ. എടുത്തോണ്ട് പോടാ. എക്സാമിനേഷനും ഫൈൻഡിങ്സോടൊക്കെ ഒരു ഫുൾ CNS കേസ് പ്രസന്റ് ചെയ്യാതെ നിനക്കൊന്ന് അറ്റൻഡൻസ് തന്നെ പ്രശ്നമില്ലടാ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാറേ. ഇന്നാ പിടിച്ചോ, പൾസ് റേറ്റ് 72 beats/minute. എടുത്തോണ്ട് പോടാ. അങ്ങനെ തോന്നിയ ഓർഡറിൽ കാര്യമില്ലടാ. ഇതെന്താ ഫീലിംഗ്സ് 218 ഷെഡ്യൂളോ? ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കും. ഞങ്ങൾ യൂണിറ്റ് മേക്സിന് വേണ്ടി എടുത്തുള്ള ഈ കേസ് ഇത്രയെങ്കിലും എടുത്തുള്ളൂ. അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്തോളാം. സത്യമാണ് സാറേ, ഇത് സത്യം അല്ലെങ്കിൽ സാറിന്റെ തല പൊട്ടി തെറിച്ച് പോട്ടെ. സാറേ ഒരല്പം അവകാശം കൂടെ, ഒരു 2 ദിവസം തന്ന മൊത്തം ഹിസ്റ്ററിന്റെ പകുതിയെങ്കിലും ഞാൻ എടുത്തോളാം. നിന്നെ പോലുള്ള തല്ലുകൊള്ളികളോട് സംസാരിക്കുന്ന എന്നെ വേണം തല്ലാൻ. സാറേ ഈ ബുൾഗന്താടിയും വെച്ച് ഞങ്ങളെങ്ങനെ ചൊറിയല്ല സാറേ. ഈ പ്രസന്റിങ് കംപ്ലൈന്റ് ഒന്നും ആവില്ല എന്നറിയാം സാറേ. എന്നാൽ ഇതൊരു അസൈൻമെന്റിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് 2 അവറിന്റെ അറ്റൻഡൻസ് എങ്കിലും താ സാറേ. വേറെ വൃത്തിയില്ല പ്ലീസ് സാർ. തൊള്ള ആരുടെ മുമ്പിൽ ഇങ്ങനെ താവാറില്ല. തൊള്ളേൻ മുമ്പൊക്കെ ചെല്ലാൻ നോക്ക്. ഡിപ്പാർട്ട്മെന്റ് നടപടികൾ അതിന്റെ രീതിക്ക് നടക്കും. ഇറങ്ങി പോടാ. വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സ്റ്റാഫ് ബസ്സിന്റെ സ്പോട്ടിൽ സാറിന്റെ മുഖം കാലം കണ്ട സാറ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. വേണ്ട വേണ്ട, പരാക്രമം സ്റ്റേജിലല്ല. PGക്ക് പഠിക്കുന്ന ഒരു മോളില്ല സാറിന്. ആ മോൾക്ക് എൻട്രൻസ് പഠിക്കാൻ വേണ്ടി ഹൗസ് സർജൻസി പോസ്റ്റിങ്ങിൽ സാർ അളവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് ഒരു കത്ത് പോയാ സാറ് ഞങ്ങളെ കുറ്റം പറയരുത്. ഇത് എന്റെ മാത്രം തീരുമാനമല്ല. CCM മീറ്റിംഗിലെ തീരുമാനങ്ങൾ ഞാൻ പ്രിൻസിപ്പൽ എന്ന സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്നു എന്ന് മാത്രം. വേണമെങ്കിൽ ഒരു മനുഷ്യപ്പറ്റിന്റെ പേരിൽ ഒരു ദിവസം കൂടി ഞാൻ നീട്ടിത്തരാം. എന്റെ ഒരു ദിവസം കൊണ്ടൊന്നും എടുക്കാൻ പറ്റുമെന്നറിയില്ല. വേണമെങ്കിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാല് പിടിക്കാൻ വരാം. തൽക്കാലം ഈ ഒരു പടി ഇവിടെ ഇരിക്കട്ടെ. ഇയർബഡ്സ് ആണെന്ന് ചെവിയിലൊന്ന് പോയി തോണ്ടാൻ നിൽക്കണ്ട.